ദത്തന സർപ്രൈസ് ആക്കണം. ആദിത്യൻ. യാത്രകൾ അവസാനിക്കുന്നില്ല. ഫ്രണ്ട് വരുന്നുണ്ട് എന്നെ കൂട്ടാനായിട്ട്. അവൻ വരുമ്പോഴത്തേക്ക് ഒരു 1/2 hour ലേറ്റ് ആവും. ഇനി എന്തായാലും നാട്ടിലെത്തി. എക്സൈറ്റ്മെന്റ് മുഖത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ടാറ്റാ. ഇനി 1 മാസം കഴിയുമ്പോ നീ ഇവിടെ 2 മിനിറ്റ് ഞാൻ അവനെന്ന് വിളിച്ചോണ്ട് വരാം. അപ്പൊ കൂട്ടുകാരൻ വന്നു. വണ്ടി പോവുക. അങ്ങനെ കുറച്ച് നാൾക്ക് ശേഷം. അതെ, സുഖല്ലേ? 1.5 വർഷം മുന്നേ കേറിയ കവാടം ഇപ്പൊ തിരിച്ചിറങ്ങുക. ഇനി 1 മാസം കഴിയുമ്പോ തിരിച്ചിതിലെ കയറണം. എല്ലാവർക്കും അറിയേണ്ടത് ദത്തന എക്സൈറ്റഡ് ആണ്. ദത്തനെ എങ്ങനെ സർപ്രൈസ് ചെയ്യണം എല്ലാരും ചോദിക്കുന്നത്. അവിടെയുള്ള കൂട്ടുകാർ എല്ലാരും പറഞ്ഞ ദത്തന സർപ്രൈസ് ആക്കണം, അതിന്റെ വീഡിയോ ആണ്. ദത്തന സർപ്രൈസ് ആക്കണം. എന്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞു അത് തന്നെയായിരുന്നു. ദത്തന സർപ്രൈസ് ആക്കണം. കാരണം ഇവൻ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് പറയും, ചേട്ടാ വരുന്നുണ്ടെങ്കിൽ എന്നെ ഒരു സർപ്രൈസ് ആക്കാൻ നോക്കണ്ട, ഞാൻ സർപ്രൈസ് ആകത്തില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് വേണ്ട, നമുക്ക് ഇവർക്കെല്ലാം സർപ്രൈസ് കൊടുക്കാം. ഞാൻ നോക്കടാ, ഞാൻ അങ്ങനെ വരത്തുള്ളൂ. അതാണ് ഇപ്പൊ എനിക്ക് വാശിയായി. ഇതിന് തന്നെ സർപ്രൈസ് ആകും. അങ്ങനെയാണ് കൂട്ടുകാരനെ വിളിച്ച് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ അതാണ് നമ്മുടെ മെയിൻ ഇവന്റ്. ദത്തന്റെ സർപ്രൈസ് ആണ് മെയിൻ ഇവന്റ്. ദത്തൻ ഹാങ് ഔട്ട് എന്ന് പറയുന്ന ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പൊ അവിടെ പോയി കൂട്ടുകാരനായിട്ട് ഇരിക്കും. ഞാൻ പോയിട്ട് കൂട്ടുകാരനോട് പറയാം, ജ്യൂസ് ഓർഡർ ചെയ്തോ, ഞാൻ ജ്യൂസ് കൊണ്ട് വരാന്ന് പറയും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എത്രത്തോളം വർക്കൗട്ട് ആവും നമുക്ക് നോക്കാം. എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. ഡോക്യുമെന്റ് ചെയ്യുന്ന എനിക്ക് എന്തോ നല്ലതായിട്ട് തോന്നി. അതായത് ഫെയിമോ മറ്റേ സംഭവം ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഹലോ സർപ്രൈസ്ഡ് ആയോ നീ? ഒന്നും കുഴപ്പമില്ല. ഇത് വെറും ഒരു 300 പേരെ കാണത്തുള്ളൂ. അതിലും കൂടുതൽ ആൾക്കാരൊന്നും കാണത്തില്ല. സോ ഞാൻ ഇവിടെ ദത്തം വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അപ്പൊ അവന്റെ അടുത്തോട്ട് പോവുക. അവനവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അവൻ അറിയത്തില്ല ഞാൻ ബാക്കിൽ നിന്ന് സർപ്രൈസ് ചെയ്യാനാണ് പ്ലാൻ. സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സർപ്രൈസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് ആക്കി. സച്ചി ബിക്കമിങ് ഇമോഷണൽ. നിന്നെ സർപ്രൈസ് ആയിട്ട് അടുത്ത ഫ്ലൈറ്റിന് പോകാനാണ്. നടക്കൂല അന്ന്. പിന്നെ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞു. പ്രതീക്ഷിക്കത്തില്ല. ഞാൻ വേറെ ലെവലാണ്. അപ്പോൾ ദത്തന്റെ സർപ്രൈസ് കഴിഞ്ഞു. ഇനി അടുത്ത അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാം. അമ്മയുടെ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അമ്മേനെ പോയി കാണാൻ വേണ്ടി പോവാ. അയ്യോ എന്റെ എനിക്കിന്ന് തോന്നിയുള്ളു നീ ഇന്ന് വരും എന്നൊക്കെ. എന്റെ ഇവൻ എന്നോട് പറയാ, ഞാൻ ഇന്നലെ സഫാരം കണ്ട് ഇവൻ വരുമെന്ന് എനിക്ക് അന്നേരം തോന്നി. ഞാൻ ഹായ് എന്ന് പറഞ്ഞ എന്നെ കണ്ടിട്ട് ആരാ പോയി എന്റെടാ എനിക്ക് എവിടെ എന്റെയൊക്കെ പറഞ്ഞതറിയോ? വണ്ടി ഇടിച്ച് മറ്റേ അയ്യോ വണ്ടി നമുക്ക് വണ്ടി കയറി വണ്ടി കയറുക.
അതാ ഇങ്ങനെ പിന്നെ എന്നിട്ട് എന്നോട് അവൻ പറയണ കുഞ്ഞാവേ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടേ ചേട്ടൻ മരുന്നായിട്ട് ഞാൻ പറയണ നടത്താം ഞാൻ എന്ന് കാണുന്ന സ്വപ്നം അങ്ങനെ ഓക്കെ അല്ലേ എല്ലാ സാറ്റല്ലേ ഉണ്ണി ഇറങ്ങി കാണും ഉണ്ണി ഇറങ്ങി വരാൻ ഫോൺ താഴ്മ ഇതിപ്പോ അയ്യോ എന്റെ ഉച്ചയായപ്പോഴത്തേക്കും കരയാണോ കരയാണോ പ്രമോദ് കരയാണോ അല്ലടാ വട്ടി ഇതാണ് ഇവൻ രഹസ്യമായിട്ട് വെച്ചതല്ലേ മിനിമോൾ വിളിച്ചു എനിക്ക് അത്രയും ക്ലിക്ക് ചെയ്തില്ലടാ അവള് വിളിച്ചു എന്നോട് പറഞ്ഞ് ചേച്ചി വിളിച്ചില്ല പറഞ്ഞിട്ടൊന്നുമില്ല അത്ര ഉറങ്ങുന്നില്ല അപ്പനെ കാണാൻ പോ നമസ്കാരം അവൻ എല്ലാരെയും ഇത് ചെയ്തിട്ടാ സർപ്രൈസ് ആക്കി കളഞ്ഞു നല്ല ഒരു രസമുള്ളത് ഫെബ്രുവരി ഭാസ്കരാത വിളിച്ചേ ഞാൻ പാക്കരാത വിളിക്കാറ്. അപ്പോൾ നമ്മളിവിടെ കോട്ടയം ഡെക്കാത്തിനോട് എത്തി. ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇന്ന് ചേച്ചിക്ക് സെക്കൻഡ് ഷിഫ്റ്റ് 4-9. അപ്പോൾ ഞങ്ങളിവിടെ ഇവിടുത്തെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരിയുടെ റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ആ നിൽക്കുന്നത് നീല വെസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് ചേച്ചി. ഞാൻ അറിയില്ല അടുത്തോട്ട് ക്യാമറ അടുത്തോട്ട് വരട്ടെ. ഫേസ് ടു ഫേസ് ക്ലോസപ്പ്. ആ കെട്ടിപ്പിടുത്തം 6 ലൈൻ കെട്ട് ലൈൻ കെട്ട്. അപ്പൊ പിന്നെ ഒരു വീഡിയോ നിർത്താൻ പോകും. അതിന് മുമ്പ് ഒരു ചിരിയും ഒരു സാധനമൊക്കെ വേണം. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേനും നീ വന്ന് റൂമിനകത്ത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പക്ഷെ അത് അപ്പുറം വീട്ടിലായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുതെ കയറി വരുമ്പോഴത്തേനും നീ ഇതുപോലൊരു ക്യാഷും ഷർട്ടും ഇട്ട് കസേരയിൽ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തോ ദേഷ്യപ്പെട്ട് കയറി വന്നിട്ട്. അപ്പോൾ എന്നിട്ട് ഞാനോ സ്വപ്നം റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കിച്ചന്റെ സൈഡ് വഴി വെളിക്കൂടിയൊക്കെ നടന്നു വരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ മറ്റേ ജലപ്പതിയിൽ ഇവരോട് പറഞ്ഞു ഇവയ്ക്കെല്ലാം മനസ്സിലായി. ഞങ്ങൾ ഓൾറെഡി എല്ലാവരും കണക്റ്റഡാ. മനസ്സിലായി. അതാ അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമ്മളിവിടെ അറിഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോഴല്ല, മൈൻഡിൽ ഇങ്ങനെ വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ അറിഞ്ഞു.
അതൊന്നും അറിയാത്തോണ്ട് രാവിലെ ഞാനായിരുന്നു കണ്ണി ഫസ്റ്റ് കണ്ണി വാക്കുകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ശരി, ബാക്കി നമുക്ക് വരും വീഡിയോസിൽ കാണാം. ബൈ.